സർ, ഈയിടെയായി ക്യാൻസർ ഒരുപാട് വർദ്ധിച്ചു വരുന്നു. അതിന് എന്താണ് കാരണം? നമ്മുടെ നാട്ടിൽ ക്യാൻസർ കൂടി വരുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് 2018 ലാൻസെറ്റ് എന്ന് പറയുന്നൊരു മാഗസിൻ ഇന്ത്യയിലെ ക്യാൻസറുകളുടെ ഒരു ഹോട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള റീജിയൻ റെഡായിട്ട് കാണിച്ചത് കേരളവും മേഘാലയമാണ്. അപ്പം ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഷോക്ക്ഡായിപ്പോയി. മാത്രമല്ല, ഒരു ക്യാൻസർ പ്രോൺ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കതിലൊരു എമോഷണൽ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ഇതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് ലാൻസെറ്റിന് ഞങ്ങൾ റിപ്ലൈ ചെയ്യുകയും ചെയ്തു. അത് അവരുടെ കറസ്പോണ്ടൻസിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ആർഗ്യൂ ചെയ്തത് ഈ കേരളത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. മാത്രമല്ല, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇൻക്രീസ് നമ്പർ ഇവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ASR ഒക്കെ എടുക്കുമ്പോൾ അത് നള്ളിഫൈ ചെയ്യുവാണെങ്കിൽ കൂടെ ആ ഒരു പ്രധാന കാരണമാണ് അതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ലോകമെമ്പാടും ക്യാൻസർ കൂടി വരുന്നുണ്ട്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. പണ്ട് ഞങ്ങളുടെയൊക്കെ കരിയർ തുടങ്ങിയ സമയത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലികളിൽ പോലും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഓരോരുത്തർ കുടുംബം എടുത്താലും ശരി, ഡോക്ടർമാരുടെ ഇടയ്ക്ക് എടുത്താലും ശരി, ക്യാൻസർ എക്സ്പെർട്സിൻ്റെ അടുത്ത് എടുത്താലും ശരി, നിങ്ങൾക്ക് കുറച്ച് ക്യാൻസർ പിടിച്ച ആൾക്കാരെ കാണാൻ പറ്റും. അപ്പം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്യാൻസറിൻ്റെ സംഖ്യ നല്ലോണം കൂടുന്നുണ്ട്. അതോടൊപ്പം ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടുന്നുണ്ട്.